DR എന്താണ്? RR എന്താണ്? രണ്ടും കല്ലുകൊണ്ടുള്ള പണിയല്ലേ എന്നൊക്കെ ചോദിച്ച് ആൾക്കാരൊക്കെ സംശയം ചോദിക്കാറുണ്ട്. DR എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്താ നമുക്ക് ആദ്യം നോക്കാം. DR എന്ന് പറഞ്ഞാൽ ഡ്രൈ റബിൾ മെഷീനറി. RR എന്ന് പറഞ്ഞാൽ റാൻഡം റബിൾ മെഷീനറി. രണ്ടും കല്ലുകൊണ്ടുള്ള മെഷീൻ പരിപാടിയാണ്. ഈ DR-ഉം RR-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ DR എന്ന് പറഞ്ഞാൽ ഡ്രൈ ആണ്. അതിനകത്ത് നമ്മൾ ചാന്ത് ചേർക്കുന്നില്ല, ഒന്നും ചേർന്ന് കല്ല് തന്നെ കൃത്യമായിട്ട് ഷേപ്പാക്കി അതിനെ കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടി നിർത്തുന്ന പരിപാടി. ഗ്രാവിറ്റി കൊണ്ട് അതിനെ റിട്ടേൺ ചെയ്യുന്ന റിട്ടേണിങ് പരിപാടിക്കാണ് DR എന്ന് പറയുന്നത്. RR-ലേക്ക് വരുമ്പോഴോ ഇതിനെ നമ്മൾ കല്ല് കെട്ടുന്ന ഓരോ കല്ലിൻ്റെ മണ്ട ചാന്തിട്ട് അതിനെ ലെവൽ ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അതിന് ശേഷം അടുത്ത നമ്മൾ കട്ട കെട്ടുമ്പോൾ എങ്ങനെ നമ്മൾ കട്ട കെട്ടുന്നത് എന്ന് പറയുന്നത് പോലെ കല്ലുകൊണ്ട് പണിയുന്നത് അതിനാണ് RR എന്ന് പറയുന്നത്. DR ആണോ RR ആണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ഉപയോഗം രണ്ടാണ്. രണ്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്, അതിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ പൊന്നിലുള്ള കാര്യത്തെ റിട്ടേൺ ചെയ്യുന്നു. RR-ൻ്റെ ഒരു കൂടുതലുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ RR വെർട്ടിക്കൽ ലോഡ്സ് എടുക്കാനായിട്ട്, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ലോഡ്സ് എടുക്കാനായിട്ട് കൂടുതൽ നല്ലതാണ്. അതായത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ചുറ്റി പണിത് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും RR ആകുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ലാറ്ററലായിട്ടുള്ള ഈ കല്ലുകളുടെ ഡിസ്പ്ലേസ്മെന്റ് ഒഴിവാക്കി കിട്ടാനായിട്ടാണ് ഈ RR ചെയ്യുന്നത്. പക്ഷേ ഇത് DR-ലേക്ക് വന്നു കഴിയുമ്പോൾ DR പുറകിൽ മണ്ണ് റീറ്റെയിൻ ചെയ്യുന്നു, മേളിലോട്ട് ലോഡ് വരുന്നില്ല, അവിടെ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ എർത്ത് പ്രഷർ വരുന്നു. അതുപോലെ തന്നെ സോയിലിൻ്റെ കൂടെ തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നു. ഈ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ DR ആണ് ഏറ്റവും നല്ലത്. കാരണം DR ഇതുപോലെ ഒത്തിരി പോറസ് ആയിട്ടുള്ള ഈ സുഷിരങ്ങളുണ്ട്. ഈ DR-നെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്ത് അപ്പോൾ പൈപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്തിനാ ആ വെള്ളം അവിടെ നിൽക്കുന്ന ആ വെള്ളത്തിൻ്റെ ലോഡ് അതിനകത്ത് വരാതെ ആ വെള്ളം വെളിയിലേക്ക് പോകാൻ വേണ്ടിയാണ് DR ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ DR പണിയുമ്പം നമ്മൾ ചെയ്യുന്ന ബേസ് വിട്ടിനേക്കാളും കുറഞ്ഞ വിട്ടിലേക്കാണ് അത് കയറിപ്പോകുക. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ പണിത് കയറിപ്പോവാണ്. ചെറിയൊരു ചെവി കൊടുത്താണ് DR ആണെങ്കിലും RR ആണെങ്കിലും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. അപ്പം പലരും ചോദിക്കാറുണ്ട് DR ആണോ RR ആണോ നല്ലത് ചോദിക്കാറുണ്ട്. പക്ഷേ അത് രണ്ടും രണ്ട് ഫങ്ഷനിങ് ആണ്. അതിൻ്റെ ആവശ്യത്തെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ മാത്രമേ നമുക്ക് DR ആണോ RR ആണോ അവിടെ വേണ്ടത്, അവിടെ നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ DR എന്താണെന്നും RR എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം.